Hello guys, welcome to my YouTube channel. അപ്പം ഇന്ന് ഓഗസ്റ്റ് 26. അപ്പം ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ രാവിലെ തന്നെ എണീച്ചു, കുളിച്ചു, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് നല്ല ഡ്രസ്സ് എന്ന് വെച്ചാൽ ഇത് പുതിയ ഡ്രസ്സൊന്നുമല്ല, ഇത് ഇപ്പോൾ കോളേജിലേക്കാണ് പോകുന്നത്. കോളേജിൽ ഇന്ന് ഇലക്ഷനാണ്. അപ്പം വേഗം ഒന്ന് പോയി വോട്ട് ചെയ്ത് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഞാനൊരു ചൂടിദാറൊക്കെ എടുത്തിട്ടത്, അല്ലെങ്കിൽ ഞാൻ അതൊക്കെ സിമ്പിൾ ടോപ്പൊക്കെ ഇട്ടിട്ടാണ് കോളേജിൽ പോകാറ്. അങ്ങനെ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഗൈസ് ഉള്ളത്. എനിക്ക് എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് പണ്ട് തൊട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷമായിരിക്കും. അന്നത്തെ ദിവസം ഞാൻ ഭയങ്കര സൊള്ളിലും കളിയൊക്കെ ആയിരിക്കും എനിക്ക് ഉണ്ടാവുക. അപ്പം അങ്ങനെ എനിക്ക് 19 വയസ്സ് കഴിഞ്ഞ് ഇപ്പം 20-ാം വയസ്സായി, ടീനേജ് ഒക്കെ കഴിഞ്ഞു, ഞാനൊരു പ്രായപൂർത്തിയായി, ഒരു മെച്ചൂർഡ് ഗേൾ ആയിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഇത് ഞാൻ ലഞ്ചും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ്. ഇത് കണ്ടോ, എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എന്താ വിഷ് ചെയ്യാനേ, എന്നെ വിഷ് ചെയ്യോ? കണ്ടോ, അതെൻ്റെ മുഖത്ത് നോക്കിയിരിക്കുക മാത്രമേ ചെയ്യുള്ളൂ ഗൈസ്. ഞാനങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കോളേജിലേക്ക് പോകണേച്ച് ബൈ ബൈ. നമ്മളങ്ങനെ നടന്നു പോവാണ്. ഇത് റോഡ് മുറിച്ച് കിടക്കുവാണ്. അങ്ങനെ ബസ്സൊക്കെ കയറി ഞാനിതായി കോളേജിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. കോളേജിൽ ഇന്ന് എലക്ഷൻ ആയതുകൊണ്ട് തന്നെ പുറത്ത് ഇതേപോലെയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. വോട്ടൊക്കെ ചോദിച്ച് കുറേ പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അവരുടെ ഈ ഒരു കടലാസ് നമ്മുടെ കൈമ തരും. ഓരോ സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ പഠിച്ചു വെച്ചിട്ട് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. ബസ്സിൽ നിന്ന് എൻ്റെ മുടിയൊക്കെ ആകപ്പാടെ കൊളായതുകൊണ്ട് ഞാൻ നേരെ റെസ്റ്റ് റൂമിൽ പോയി മുടിയൊക്കെ ഒന്ന് മാറ്റി കെട്ടി നേരെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോയി. ഇവരാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥാനാർത്ഥികള്. ഇത് ഫേക്ക് ഫ്രണ്ട് സ്നേഹ, ഇത് ഫേക്ക് ഫ്രണ്ട് അനഘ. നമ്മളിവിടെ പോസ്റ്റ് ആയിരിക്കുവാണ്. 9:30 ആരംഭിക്കും എന്നാ പറഞ്ഞത് വോട്ടിങ്. അപ്പം ഫസ്റ്റ് തന്നെ വേഗം കയറി വോട്ട് ചെയ്ത് വേഗം വീട്ടിൽ പോകണം. അങ്ങനെ വോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ടായി. വേഗം ഒന്ന് ക്യൂ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓടിപ്പോയി ക്യൂ നിൽക്കുവാണ് വോട്ടിങ്ങിന്. ഞാനാണ് ഫസ്റ്റ് വന്നത്, പക്ഷെ ഇവളാണ് എപ്പോഴും ഫസ്റ്റ് ക്യൂ. അങ്ങനെ വോട്ടൊക്കെ ചെയ്തു. നമ്മുടെ സ്വന്തം സ്ഥാനാർത്ഥിയോട് ബായൊക്കെ പറഞ്ഞ് നമുക്കിനി വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ്. ഇതാ പോലീസുകാരൊക്കെ ഇതേപോലെ പ്രൊട്ടക്ഷന് വേണ്ടി നിൽക്കുന്നത്. നമ്മളിനി അമ്പലത്തിലേക്കാണ് പോകുന്നത്. കോളേജിൻ്റെ കുറച്ച് അങ്ങോട്ടൊരു അമ്പലമുണ്ട്, അപ്പം അവിടെയാണ് ഗൈസ് പോകുന്നത്. അങ്ങനെ അമ്പലത്തിൽ പോയി. ദേവീ ക്ഷേത്രത്തിലാണ് കേട്ടോ പോയത്. ഇന്ന് ചൊവ്വാഴ്ച കൂടിയാണല്ലോ. അങ്ങനെ ദേവീനൊക്കെ പ്രാർത്ഥിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങി. അപ്പം നമ്മൾ ഓൾറെഡി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് സെക്യൂരിറ്റി സെന്ററിൽ പോയി എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകാം. അങ്ങനെ നമ്മൾ നേരെ സെക്യൂരിലാണ് പോയത്. അങ്ങനെ ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് ഇനി എനിക്ക് പിടിച്ചിട്ട് ഒരിക്കൽ വ്ളോഗ് എടുക്കണം, എൻ്റെ കയ്യിൽ ഫോൺ തന്നു. ഞാൻ ഓളോ കയ്യിൽ ഫോൺ കൊടുത്ത സമയത്താണ് ഇവരെല്ലാം കൂടി എനിക്കൊരു സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരിക്കലും ഇത് എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പെട്ടെന്ന് കണ്ടുതരാം. അങ്ങനെ ഇവരെന്തൊക്കെയാ തന്നെന്ന് എനിക്ക് തന്നെ ഭയങ്കര ആകാംക്ഷയായതുകൊണ്ട് ഞാൻ ആടെ തന്നെ വേഗം തുറന്നു നോക്കി. മിൽക്കി ബാറിന്റെ പിന്നെ ഒരു ബോക്സ്, ഇതെന്താന്നറിയില്ല. പിന്നെ ഒരു ബോക്സ്, ഇതെന്താന്നറിയില്ല. ആ ഫ്രെയിം ആയിരിക്കും. പിന്നെ ഒരു ലെറ്റർ, സ്നേഹിന്റെ ആയിരിക്കും. പിന്നെ കുറെ നമുക്കിനി ലെറ്റർ ആദ്യം ഓപ്പൺ ചെയ്യാം. അമ്മ എഴുതിയതാണ് ലെറ്റർ. സെറ്റപ്പ് ലെറ്റർ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ബെസ്റ്റ് ഫ്രണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു മൈ ബെസ്റ്റ് ഫ്രണ്ട്. താങ്ക് യു ഫോർ ബീയിങ് എക്സാക്ട്ലി ഹൂ യു. ഹാപ്പി ബർത്ത്ഡേ കിച്ചു. ഇതാണ് ഗൈസ്. ബോക്സ് ചെയ്യാം. ഗൈസ് ഡയമണ്ട് നെക്ലേസ്. ഇതാണ് ഗൈസ് നമ്മുടെ ഡയമണ്ട് നെക്ലേസ്. ആണ് ഗൈസ് നെക്ലേസ്, കമ്മൽ നെക്ലേസ്. ഒരു ഫ്രെയിം കൂടിയാണ്. ഇതാണ് നമ്മളെ ക്ലാസ്, നമ്മുടെ ടീം ഇതാണ് ഗൈസ്. ഇതാണ് നമ്മുടെ 4 ആൾക്കാര്. ഭയങ്കര ഹാപ്പി ആയി ഗൈസ്. താങ്ക് യു സ്നേഹ, താങ്ക് യു അമ്ര. എങ്ങനെയുണ്ട് സർപ്രൈസ്? ഇഷ്ടമായ ഗൈസ്? ഭയങ്കര സർപ്രൈസ്. ആദ്യമായിട്ടാണ് എനിക്ക് ലൈഫിൽ ഒരാൾ കേക്കെല്ലാം വാങ്ങി തരുന്നത്. ഫ്രണ്ട്സ് കേക്കൊക്കെ വാങ്ങി തരുന്നത് ഗൈസ്. നമ്മളിനി ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ പിസ്സ വാങ്ങാനാണ് വിചാരിച്ചത്. അങ്ങനെ ബർത്ത്ഡേ ആയതുകൊണ്ട് 50% ഓഫർ കിട്ടും. അങ്ങനെ അത് ഓർഡറാക്കി. അത് വരുന്ന ടൈം കൊണ്ട് നമുക്കെന്നാ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. Happy birthday dear Kritika. Happy birthday to you.
ഏറ്റവും വലിയൊരു കോമഡി, ഞാനിന്ന് ഈവനിങ് കട്ട് ചെയ്യാൻ വേണ്ടി ഓർഡർ ആക്കിയ കേക്കും ബ്ലൂബെറി ആയിരുന്നു. അപ്പം ഇവർ വാങ്ങി തന്ന കേക്കും ബ്ലൂബെറി ആയിരുന്നു. ഇന്ന് ഫുൾ എനിക്കൊരു ബ്ലൂബെറി മയമാണ് ഗൈസ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു ബ്ലൂബെറിൻ്റെ ഫ്ലേവർ. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ അവിടെ ഉള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു, അവിടെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിക്ക് കൂടി ഒരു പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും നമ്മുടെ പിസ്സ റെഡി ആയിട്ട് അതിങ്ങനെ ഒച്ചയാക്കാൻ തുടങ്ങി. ബർത്ത്ഡേൻ്റെ ഓഫറിൽ വാങ്ങിയതുകൊണ്ട് തന്നെ അവരുടെ വക നമുക്കൊരു കിരീടമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ തലയിൽ വെച്ച് കുറച്ച് നേരം റാണിയെ പോലെയൊക്കെ ഇരുന്ന് പിസ്സ തിന്നാൻ ആരംഭിച്ചു ഗൈസ്. ഞാൻ 2 വർഷം മുന്നേ ഇതേപോലുള്ളൊരു എലക്ഷൻ ആയിരുന്നു ഈ സെക്യൂരിറ്റി സെൻറ്ററിൽ ആദ്യമായിട്ട് വന്നത്. അതിനുശേഷം ഇതിപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് അടുത്ത എലക്ഷനാണ് ഞാൻ പിന്നെ ഈ സെക്യൂരിറ്റിയിൽ വരുന്നത്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഇത് ചിക്കൻ കഴിക്കില്ല. അപ്പോൾ അവൾ പിസയിൽ നിന്ന് ചിക്കനൊക്കെ ഇങ്ങനെ പെറുക്കി എനിക്ക് എടുത്തിട്ട് തരും. പിന്നെ ഒരു ക്രീമി ഫ്രഞ്ച് ഫ്രൈസ് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് എനിക്ക് ഈ പിസ്സേനെക്കാട്ടി എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാധനമായിരുന്നു. അങ്ങനെ എല്ലാം കഴിച്ചു, എല്ലാം കാലിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ നേരെ ലിഫ്റ്റിൽ കയറി മാളിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലേക്ക് പോവാണ് ഗൈസ്. വീട്ടിലെത്തുമ്പോഴേക്കും നമുക്ക് ഇനി അടുത്ത ഔട്ടിങ്ങിന് പോകേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ ഡ്രസ്സ് എടുക്കട്ടെ. നമ്മളങ്ങനെ ഇപ്പം തലശ്ശേരിയിലേക്ക് പോവാണ്. അവിടെയാണ് കേക്ക്. അങ്ങനെ തലശ്ശേരി ബസ് ഇറങ്ങി നിൽക്കുമ്പോൾ എൻ്റെ എപ്പത്തി ഫ്രണ്ടായ മഴ കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഏച്ചിമാർക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടന്നു. എന്നിട്ട് നമ്മൾ നേരെ പോയത് ഹണി കേക്കിലോട്ടാണ്. അവിടെയാണ് ഞാൻ എൻ്റെ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ എത്തി വെറുതെ മെനു ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ ബ്ലൂബെറി ചീസ് കേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ പുറത്തൊക്കെ പോയി കേക്കൊക്കെ മുറിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഒരു പുറത്തുനിന്ന് ഒരു ഔട്ടിംഗ് ഒക്കെ ചെയ്ത് ബർത്ത്ഡേ ആഘോഷിക്കണം എന്നുള്ളത്. അത് ഈ വർഷമാണ് കേട്ടോ നടന്നത്. എനിക്ക് എന്തുകൊണ്ടും ഈ ഒരു ബർത്ത്ഡേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും കൂടുതൽ എല്ലാവരുടെ കയ്യിൽ നിന്ന് ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് മുറിയും വായിൽ വെച്ചെടുക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓരോ ഫുഡ് വരാൻ തുടങ്ങിയേ. ആദ്യം മോമോസാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനെന്നാൽ മോമോസ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് മോമോസ് എടുത്ത് കഴിച്ചു. എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് മോമോസ്. അതിൻ്റെ കൂടെ ഞാൻ ഓർഡർ ആക്കിയിരുന്നത് നമ്മുടെ ഫ്രൂട്ട് ജ്യൂസിൻ്റെ ഷോർട്ട്സ് ഉണ്ടല്ലോ, അത് പിന്നെ പെരി പെരി ചീസ് ബോള്, ലോഡഡ് ഫ്രൈസ്, ഇത്രയും സാധനങ്ങളാട്ടോ ഓർഡർ ആക്കിയത്. അങ്ങനെ ഓരോന്ന് വന്നു, ഓരോന്നായിട്ട് തിന്നാൻ തുടങ്ങി. ഞാനും എൻ്റെ ഏച്ചിമാരും എൻ്റെ അമ്മയും ഇത്ര ആൾക്കാരാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ ഇവരാണ് എൻ്റെ കംഫർട്ട് സോൺ. അപ്പോൾ ഇവരുടെ കൂടെ ഇങ്ങനെ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കാനും കറങ്ങാനും ആ ഒരു വൈബ് അത് ശരിക്കും വേറെ തന്നെയാണ്. അങ്ങനെ അവിടുത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി നോക്കുമ്പോൾ ആണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു ഗൈസ്. ഇന്ന് ഞാൻ ജനിച്ച ദിവസം ആയതുകൊണ്ടാണോ എന്നറിയില്ല, രാവിലെ തൊട്ടേ ഇങ്ങനെയാണ് കാലാവസ്ഥ. പിന്നെ നേരെ ബസ്സൊക്കെ കയറി വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. എൻ്റെ ബർത്ത്ഡേ അങ്ങനെ ഇന്ന് കഴിയുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന്. ബായ്.